വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഹലോ കുഞ്ഞുങ്ങളെ, നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് സിലബസ് 7th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് സോഷ്യൽ സയൻസ് ആണ്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ. യൂറോപ്പ് പരിവർത്തന പാതയിൽ. യൂറോപ്പിൻ്റെ പരിവർത്തന പാതയിലേക്ക് നമുക്കൊന്ന് യാത്ര ചെയ്യാം. ഓക്കെ. സ്ക്രീനിൽ ടീച്ചർ ഒരു പിക്ചർ കാണിക്കുന്നുണ്ട്. ആ പിക്ചറിൻ്റെ പേരാണ് ഹാഗിയ സോഫിയ. ഹാഗിയ സോഫിയയെ പറ്റിയാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലിസൺ ഹിയർ. ദിസ് ഈസ് ഹാഗിയ സോഫിയ, one of the important monuments in the history of the world. It was built in the 6th century AD. Now it is preserved as a history museum in Turkey. It is the epitome of the architectural splendors of Constantinople, a city rich in history monuments. Do you know the importance of Constantinople in the history of the world? ചിത്രത്തിൽ കാണുന്ന ഹഗിയ സോഫിയ ലോകത്തിലെ ചരിത്ര സ്മാരകങ്ങളിൽ ഒന്നാണ്. ഈ സ്മാരകം AD 6ാം നൂറ്റാണ്ടിലാണ് പണികഴിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് തുർക്കിയിൽ ഒരു ചരിത്ര മ്യൂസിയമായി ഇത് നിലനിൽക്കുന്നുണ്ട്. മനോഹരമായ വാസ്തുവിദ്യയുടെ ഉത്തമ മാതൃകയാണ് ഹാഗിയ സോഫിയ. ഇതുപോലുള്ള നിരവധി ചരിത്ര ശേഷിപ്പുകൾ എവിടെയുണ്ട്? കോൺസ്റ്റാന്റിനോപ്പിളിലുണ്ട്. ഇത്തരം ചരിത്ര സ്മാരകങ്ങൾ നിലനിന്നിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിന് ലോക ചരിത്രത്തിലുള്ള പ്രാധാന്യത്തെപ്പറ്റി നിങ്ങൾക്കറിയാമോ? നമ്മൾ ആദ്യം കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പഠിക്കാം. ലുക്ക് അറ്റ് ദ മാപ്പ്. മാപ്പിൽ കോൺസ്റ്റാന്റിനോപ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചെക്ക് ചെയ്തേ. യെസ്, Constantinople, the present Istanbul, the erstwhile capital of the Eastern Roman Empire, has a unique place in the history of the world. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഇപ്പോൾ ഇസ്താംബുളിൽ ആണ്. ലോക ചരിത്രത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ്, were the features of Constantinople? എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് കോൺസ്റ്റാന്റിനോപ്പിളിനുള്ളത്? സെൻറ്റർ ഓഫ് ദ നോളേജ്, വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. നെക്സ്റ്റ്, abode of scholars and a treasure trove of scholarly texts. പണ്ഡിതന്മാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു. ഗേറ്റ്വേ ഫ്രം ഏഷ്യ ടു യൂറോപ്പ്. ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. When the Turks conquered Constantinople in 1453, it resulted in the fall of the centuries-old Eastern Roman Empire. Consequently, scholars, artists, and writers fled from Constantinople to nearby areas in great numbers. Many of them migrated to Italy. 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി. അതോടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന കിഴക്കൻ റോമൻ സാമ്രാജ്യം തകർന്നു. അവിടെ പണ്ഡിതന്മാരും കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് പലായനം ചെയ്തു. അവരിൽ വലിയൊരു വിഭാഗം ഇറ്റാലിയൻ നഗരങ്ങളിലേക്കായിരുന്നു എത്തിച്ചേർന്നത്. Why did they migrate to Italy? ഇറ്റലിയിലേക്ക് എന്തിനാണ് അവർ മൈഗ്രേറ്റ് ചെയ്തത്? Italy was a country that upheld the rich Greco-Roman tradition. The rich Italian traders were the patrons of art, literature, and culture. These traders were keen to preserve the historical and cultural heritage. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ?
ശ്രദ്ധിച്ചേ. പുരാതന ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമാണ് ഇറ്റലി. ഇറ്റലിയിൽ സമ്പന്നരായ വ്യാപാരികൾ കല, സാഹിത്യ, സംസ്കാരം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ചരിത്ര പൈതൃകം സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ തൽപരരായിരുന്നു. Hence, the Italian cities further thinking and encouraged the spirit of learning among the immigrant scholars. By the end of the 13th century, the Renaissance, which began in Italy, flourished and spread to other nations. ഇത്തരം സവിശേഷതകളുള്ള ഇറ്റലിയിൽ എത്തിച്ചേരുന്ന പണ്ഡിതന്മാർക്ക് കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനുമുള്ള അവസരം ലഭിച്ചു. 13ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇറ്റലിയിൽ ആരംഭിച്ച നവോത്ഥാനം റിനൈസൻസ് പ്രക്രിയ കൂടുതൽ വളരുകയും വ്യാപിക്കുകയും ചെയ്തു. The Renaissance means നവോത്ഥാനം. The fine arts, literature and history in the medieval period were centered on religious ideology. The texts were invariably written in Greek and Latin, as these languages were considered elite and scholarly. By the dawn of the 13th century, Latin and Greek gave way to regional languages like English, Spanish and French. The writers of this period adopted the life of the common man as the central theme of their works. The literature of this period was no longer confined to religion and philosophy, but gave way to the themes that depicted diverse aspects of human life. Similarly, changes occurred in other art forms like painting and sculpture. This vision primarily concerned with the various aspects of human life is known as humanism. കുഞ്ഞുങ്ങളെ, എന്താണ് റിനൈസൻസ്? റിനൈസൻസ് എന്ന് പറഞ്ഞാൽ നവോത്ഥാനം. മധ്യകാലഘട്ടത്തിൽ കല, സാഹിത്യം, ചരിത്രം എന്നിവ മതപരമായ ആശയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു യൂറോപ്പിലെ പണ്ഡിത ഭാഷകളായിരുന്ന കണക്കാക്കപ്പെട്ടിരുന്നത് ലാറ്റിൻ, ഗ്രീക്ക് എന്നിവയായിരുന്നു. ഈ ഭാഷകളായിരുന്നു കൃതികൾ രചിച്ചിരുന്നത്. എന്നാൽ 13ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ലാറ്റിൻ, ഗ്രീക്കിന് പകരം ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് എന്നീ പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. സാധാരണ മനുഷ്യരുടെ ജീവിതമായിരുന്നു ഇത്തരം കൃതികളിൽ പ്രാതിനിധ്യം കൊടുത്തിരുന്നത്. അതോടെ മതപരമായ ആശയങ്ങൾക്ക് പകരം മനുഷ്യ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സാഹിത്യത്തിൻ്റെ ഉള്ളടക്കം ഉണ്ടായിക്കൊണ്ടിരുന്നത്. സമാനമായ മാറ്റങ്ങൾ ചിത്രകലയിലും ശില്പവിദ്യയിലും തുടങ്ങിയ മേഖലകളിലായിരുന്നു ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള കാഴ്ചപ്പാട് ഉണ്ടായത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാനവികത അല്ലെങ്കിൽ ഹ്യൂമാനിസം എന്ന് പറയുന്നു. ഓക്കെ കുഞ്ഞുങ്ങളെ, The new spirit of humanism inspired unique thoughts on the universe and human life. It promoted reasoning and the spirit of inquiry. Consequently, a new awakening in all spheres of human life became visible in Europe, and it is known as the Renaissance. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുവാൻ മാനവികതയ്ക്ക് പ്രേരിപ്പിച്ചു. മാനവികത മീൻസ് ഹ്യൂമാനിസം. യുക്തിചിന്തയുടെയും അന്വേഷണത്വരയുടെയും വളർച്ചയ്ക്ക് ഇത് കാരണമായി തീർന്നു. മനുഷ്യജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും പുത്തൻ ഉണർവ് ആണ് ഇതിലൂടെ സൃഷ്ടിച്ചെടുക്കപ്പെട്ടത്. ഇത്തരത്തിലുള്ള ഉണർവാണ് നവോത്ഥാനം അല്ലെങ്കിൽ റിനൈസൻസ് എന്ന നാമത്തിൽ
നമ്മൾ വിളിക്കുന്നത്. ഓക്കെ. How the Renaissance influenced the different spheres of social life? So, this question answer we discussed in next class. Bye.